ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ പകൽ ആയിരക്കണക്കിന് ആളുകൾ നടക്കുമ്പോഴും രാത്രിയായാൽ ഒരാൾ പോലും തങ്ങാൻ ധൈര്യമില്ലാത്ത ഒരു കോട്ടയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പൂക്കളും മെഴുകുതിരികളും കത്തുകളും. ഇതൊരു ക്ഷേത്രമല്ല, ഇതൊരു ദർഗയുമല്ല. ഇത് ജിന്നുകൾ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു യഥാർത്ഥ കോട്ടയാണ്. നിങ്ങൾ കാണുന്നത് ഇന്ത്യ അൺടോൾഡ്. ഇത് ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട. ഫിറോസ് ഷാ കോട്ട നിർമ്മിച്ചത് സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക് ആണ് 14-ാം നൂറ്റാണ്ടിൽ. അന്ന് ഇത് ഡൽഹിയുടെ ഭരണകേന്ദ്രമായിരുന്നു. രാജാക്കന്മാർ, സൈന്യങ്ങൾ, വിധികൾ എല്ലാം ഈ കോട്ടയുടെ ഉള്ളിലായിരുന്നു. പക്ഷേ കാലക്രമേണ കോട്ട ഉപേക്ഷിക്കപ്പെട്ടു. ശേഷിച്ചത് ഇടിഞ്ഞു വീഴുന്ന മതിലുകളും ഒരസ്വസ്ഥതയും മാത്രം. ഡൽഹിയിലെ ആളുകൾ ഇന്നും പറയുന്നു ഈ കോട്ട ജിന്നുകളുടെ താമസ സ്ഥലമാണ്. വിശേഷിച്ച് ഒരു പ്രത്യേക ഭാഗം, അശോകൻ തൂണുള്ള സ്ഥലം. അവിടെ പലരും രാത്രി സമയത്ത് നിഴലുകൾ നീങ്ങുന്നതായും ചൂടുകൾ വെക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നതായും പേരുകൾ വിളിക്കുന്നതായും കേൾക്കുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും വിചിത്രമായ കാഴ്ച അതൊന്നുമല്ല. കോട്ടയ്ക്കുള്ളിൽ ആയിരക്കണക്കിന് കത്തുകൾ. അതെ, ജിന്നുകൾക്ക് എഴുതിയ കത്തുകൾ. ജോലി കിട്ടാൻ, വിവാഹം നടത്താൻ, കേസ് ജയിക്കാൻ, വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ആളുകൾ കത്തെഴുതുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, പൂക്കൾ വെക്കുന്നു. അത്ഭുതകരമായി ചിലർ പറയുന്നു, ഞാൻ ആവശ്യപ്പെട്ട കാര്യം നടന്നു. പക്ഷേ ഇതെല്ലാം നമ്മൾ പകൽ സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ. രേഖകൾ പ്രകാരം ചിലർ സന്ധ്യ കഴിഞ്ഞ് കോട്ടയ്ക്കുള്ളിൽ കയറി. അവരെ പിന്നീട് കണ്ടത് ബോധം നഷ്ടപ്പെട്ട നിലയിൽ. ചിലർക്ക് ശരീരം വരെ കഠിനമായി സംസാരിക്കാൻ കഴിയാത്ത രീതിയിലായി. ASI സുരക്ഷാ ജീവനക്കാർ പറയുന്നു, ഇരുട്ട് വീണാൽ ഈ കോട്ടയ്ക്കുള്ളിൽ കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. പല സുരക്ഷാ ജീവനക്കാരും രാത്രി ഡ്യൂട്ടി വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ ചിലർ പറയുന്നു ഇത് മാനസികമായ ഭയം മാത്രമാണ്. ഇരുട്ട്, നിശബ്ദത, ചരിത്രഭാരം. പക്ഷെ എന്തുകൊണ്ട് അന്യോന്യം പരിചയമില്ലാത്ത ആളുകൾ ഒരേ അനുഭവങ്ങൾ പറയുന്നു? എന്തുകൊണ്ട് ഇന്നും ആൾക്കാർ കത്തെഴുതുന്നു? ഫിറോസ് ഷാ കോട്ട ഒരു കോട്ട മാത്രമല്ല, ഒരു വിശ്വാസമാണ്, ഒരു ഭയമാണ്. അവിടെ ജിന്നുകളുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഭയങ്ങളും ആഗ്രഹങ്ങളും ഒരുമിച്ച് കൂടിയൊരു സ്ഥലം മാത്രമാണോ? ഉത്തരം ഇന്നും ഇരുട്ടിലാണ്. കാരണം ചില സ്ഥലങ്ങൾ കഥ പറയുന്നില്ല, അവ അനുഭവിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അൺടോൾഡ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.